KTU 2019 സ്കീം കമ്പ്യൂട്ടർ സയൻസ് S5 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മൊഡ്യൂൾ 1ൻ്റെ തിയറിയാണ് പറയുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് പെർഫോമൻസ്. ഈ പെർഫോമൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി OSA ലെയേഴ്സും TCP/IP ലെയേഴ്സും ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ വരുന്ന ഒരാളാണ് ഫിസിക്കൽ ലെയർ. അപ്പോൾ ആ ഫിസിക്കൽ ലെയേഴ്സിൻ്റെ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മളോട് പറയാൻ പോകുന്നത്. അത് ബേസിക്സ് ആയിട്ട് ഒരു 5 പേരുണ്ട്. ഫസ്റ്റ് വൺ ബാൻഡ്വിഡ്ത്ത്, പിന്നെ ത്രൂപുട്ട്, ലാറ്റൻസി, ക്യൂയിങ് ടൈം ആൻഡ് ബാൻഡ്വിഡ്ത്ത് ഡിലേ പ്രൊഡക്റ്റ്. ഇത് ഓരോന്ന് എന്താണെന്ന് നോക്കാം കേട്ടോ. ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ ടൈമിൽ എത്രത്തോളം ഡാറ്റയാണ് സെൻഡ് ചെയ്യാൻ പറ്റും. റേറ്റ് ഓഫ് ഡാറ്റ ഒരു ഫിക്സഡ് ടൈമിൽ നമുക്ക് എത്ര സെൻഡ് ചെയ്യാൻ പറ്റും, അതിനാണ് നമ്മൾ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. ത്രൂപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ കൂടെ നമുക്ക് എത്ര ഫാസ്റ്റായിട്ട് ഒരു പെർട്ടിക്കുലർ റേറ്റ് ഓഫ് ഡാറ്റേനെ എന്ത് ചെയ്യാൻ പറ്റും, അയക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ത്രൂപുട്ട് എന്ന് പറയുന്നത്. ലാറ്റൻസി ഓർ ഡിലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷനിൽ നിന്നും റിസീവറിലേക്ക് എത്താൻ എത്ര സമയമെടുക്കും, അതിനാണ് ടോട്ടൽ എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് ലാറ്റൻസി അഥവാ ഡിലേനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന ആളാണ് ലാറ്റൻസിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ ടൈം പ്ലസ് ട്രാൻസ്മിഷൻ ടൈം പ്ലസ് ക്യൂയിങ് ടൈം പ്ലസ് പ്രോസസ്സിംഗ് ഡിലേ ആണ്. അതിൽ പ്രൊപ്പഗേഷൻ ടൈമിൻ്റെ ഇക്വേഷനാണ് ഡിസ്റ്റൻസ് ബൈ പ്രൊപ്പഗേഷൻ സ്പീഡും, ട്രാൻസ്മിഷൻ ടൈമിൻ്റെ ഇക്വേഷൻ മെസ്സേജ് സൈസ് ബൈ ബാൻഡ്വിഡ്ത്തും ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തിരുന്നു. അടുത്ത ആളാണ് ക്യൂയിങ് ടൈം. ക്യൂയിങ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജിന് എത്രത്തോളം സമയം വെയിറ്റ് ചെയ്യണം അത് പ്രോസസ്സ് ചെയ്യാനായിട്ട്. അത് ഇൻ്റർമീഡിയറ്റ് നോട്ട്സ് വഴിയാണല്ലോ അത് റിസീവറിലേക്ക് എത്തുക. അപ്പോൾ ഈ ഓരോ ഇൻ്റർമീഡിയറ്റ് നോട്ട്സുകളും എത്രത്തോളം ടൈം ക്യൂ നിൽക്കണം എന്നുള്ളതാണ് ക്യൂയിങ് ടൈം കേട്ടോ. അടുത്താണ് ബാൻഡ്വിഡ്ത്ത് ഡിലേ പ്രൊഡക്റ്റ്. ബാൻഡ്വിഡ്ത്ത് ഡിലേ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ബിറ്റ്സ് ദാറ്റ് ക്യാൻ ഫിൽ ദി ലിങ്ക്സ്, അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ബാൻഡ്വിഡ്ത്ത് ഡിലേ പ്രൊഡക്റ്റ്. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് ഇൻറ്റു ഡിലേ പ്രൊഡക്റ്റാണ് നമ്മളതിൽ എടുക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് റിപ്പീറ്റർ. റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ലെയറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. റിപ്പീറ്ററിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്നൽസിനെ റീജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ നെറ്റ്വർക്കിൽ കൂടെ സിഗ്നൽ സെൻഡ് ചെയ്യുമ്പോൾ നെറ്റ്വർക്കിൽ നോയ്സ് ഒക്കെ അറ്റാക്ക് ചെയ്തിട്ട് എന്തുണ്ടാവും, സിഗ്നൽ ലോസായി പോകും. ആ ലോസായി പോകുന്ന ആൾക്കാരൊക്കെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് റിപ്പീറ്റേഴ്സ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹബ്ബ്. ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്ററിൻ്റെ സെയിം ഫംഗ്ഷൻസ് തന്നെയാണ്. അതായത് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഹബ്ബ്. അത് മൾട്ടിപോർട്ട് റിപ്പീറ്റേഴ്സ് ആണെന്ന് മാത്രം. ഹബ്ബിന് ഡാറ്റേനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ മൾട്ടിപോർട്ട് നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിവൈസസിലേക്കും ആ ഡാറ്റ പാക്കറ്റ് അതെന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ ഹബ്ബ് 3 ടൈപ്പാണുള്ളത്: ആക്റ്റീവ് ഹബ്ബ്, പാസീവ് ഹബ്ബ് ആൻഡ് ഇൻ്റലിജൻറ്റ് ഹബ്ബ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ട്രാൻസ്മിഷൻ മീഡിയ. ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മീഡിയത്തിനെ പറയുന്ന പേരാണ് ട്രാൻസ്മിഷൻ മീഡിയ. അപ്പോൾ അത് മെയിനായിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഗൈഡഡ് മീഡിയം ഉണ്ട്, അൺഗൈഡഡ് ഉണ്ട്. ഗൈഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്ഷൻ ഓറിയൻറ്റഡും മറ്റേത് കണക്ഷൻ ലെസ്സും ആണ്. ഗൈഡഡ് മീഡിയ തന്നെ 3 ടൈപ്പാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ്. അപ്പോൾ അതിൽ 2 കേബിൾസ് ഉണ്ടായിരിക്കും. അതിൽ ഒരാൾ ഫോർ സിഗ്നലും മറ്റേത് ഗ്രൗണ്ടഡ് ആയിരിക്കും കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന ടെലിഫോൺ സിസ്റ്റത്തിലും ലാനിലും പോയിന്റ് ടു പോയിന്റ് നെറ്റ്വർക്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ്. അടുത്തതാണ് കൊയാക്സിയൽ കേബിൾ. കൊയാക്സിയൽ കേബിൾ ഒരു ഇന്നർ കണ്ടക്ടറും പിന്നെ ഒരു ഔട്ടർ കണ്ടക്ടറും ഇൻ ബിറ്റ്വീൻ ഒരു ഇൻസുലേറ്ററും ഉണ്ടായിരിക്കും. ടെലിവിഷൻ സിഗ്നൽസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അൺലോക്ക് ടെലിഫോൺ നെറ്റ്വർക്സിലൊക്കെ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് അത് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഫൈബർ ഓപ്റ്റിക്സ്. നമ്മൾ കൂടുതലും ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ്. സ്പീഡും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ ഇന്നർ പോർഷൻ എന്ന് പറയുന്ന ഒരു കോറും അതിൻ്റെ പുറത്തൊരു ക്ലാഡും അതിൻ്റെ ഔട്ടറിൽ ഒരു ജാക്കറ്റും ഉണ്ടായിരിക്കും. ഇത് 2 മോഡിലാണ് മെയിനായിട്ട് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. സിംഗിൾ മോഡ് പ്രൊപ്പഗേഷനും ഉണ്ട്, മൾട്ടി മോഡും ഉണ്ട്. പിന്നെ ഫാസ്റ്റർ സ്പീഡ്, ഗ്രേറ്റർ ബാൻഡ്വിഡ്ത്ത്, ഇതൊക്കെയാണ് അതിൻ്റെ കുറച്ച് ബേസിക് അഡ്വാൻറ്റേജസ് കേട്ടോ. അടുത്തതാണ് അൺഗൈഡഡ് മീഡിയ അഥവാ വയർലെസ് മീഡിയ കേട്ടോ. അത് മെയിനായിട്ട് 3 ടൈപ്പ് ഉണ്ട്: റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ് ആൻഡ് ഇൻഫ്രാറെഡ് വേവ്സ്. അതിൽ റേഡിയോ വേവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടികാസ്റ്റ് കമ്മ്യൂണിക്കേഷൻസിൽ, അതായത് റേഡിയോ, ടെലിവിഷൻ അങ്ങനെയുള്ളതിലൊക്കെ. മൈക്രോവേവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെല്ലുലാർ ഫോൺസിലും വയർലെസ് ലാൻ നെറ്റ്വർക്കിലൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോർട്ട് റേഞ്ച് വരുന്ന കമ്മ്യൂണിക്കേഷൻസ് വേണ്ടിയിട്ട്, അതായത് 2 മൊബൈൽ ഫോൺസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ഷെയർ ചെയ്യാൻ ഒരു സിംഗിൾ റൂമിലുള്ളത്, അല്ലെങ്കിൽ TV റിമോട്ടിൻ്റെ കൺട്രോളിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻഫ്രാറെഡ്. നെക്സ്റ്റ് ടോപ്പിക്ക് പ്രോട്ടോകോൾ ഹൈറാർക്കീസ് അഥവാ ലെയേർഡ് ആർക്കിടെക്ചർ കേട്ടോ. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ OSA ലെയേഴ്സും TCP/IP ലെയേഴ്സൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ജനറൽ സ്ട്രക്ചറാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു ഫിസിക്കൽ മീഡിയ ഉണ്ടായിരിക്കും, ദെൻ ലെയർ 1, ലെയർ 2, ലെയർ 3 അങ്ങനെ അപ് ടു ലെയർ N വരെ. അത് സെയിം ട്രാൻസ്മിറ്റർ സൈഡും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എവിടെ ഉണ്ടായിരിക്കും, റിസീവർ സൈഡിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനാണ് നമ്മൾ ലെയേർഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ കുറച്ച് ഡിസൈൻ ഇഷ്യൂസാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഓരോ ലെയേഴ്സിൽ എന്തുണ്ടായിരിക്കണം, നമ്മൾ സെൻറ്ററിനെ റിസീവറിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് അതിൻ്റെ മെയിൻ ഡിസൈൻ ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഓർഡറിലൊന്നും ആയിരിക്കില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ എറർ കൺട്രോളൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് ഡിസൈൻ ഇഷ്യൂസ്.
ഇനി അത് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സർവീസ് പ്രിമിറ്റീവ്സ് ആണ് പറയുന്നത്. അതാണ് ബേസിക്കായിട്ട് ലിസൺ, കണക്ട്, ആക്സെപ്റ്റ്, റിസീവ്, സെൻഡ് ആൻഡ് ഡിസ്കണക്ട്. ഇപ്പോൾ ലിസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻകമിങ് കണക്ഷൻ കിട്ടുന്നവരെ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. കണക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ആക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകമിങ് കണക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് ബേസിക് പ്രിമിറ്റീവ്സ് കേട്ടോ. അപ്പോൾ ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നു, സിസ്റ്റം അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ആ സ്ട്രക്ചർ ഏറ്റവും താഴെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബിസിനസ് ആപ്ലിക്കേഷൻസിലോ ഹോം ആപ്ലിക്കേഷൻസ്, മൊബൈൽ യൂസേഴ്സിലൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളിതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ ടെക്നോളജിയുടെ ടൈപ്സ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. അതാണ് ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക് ആൻഡ് പോയിൻറ്റ് ടു പോയിൻറ്റ് നെറ്റ്വർക്ക്. ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ പേര് തന്നെയുണ്ട്, നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അതായത് എല്ലാ ഡിവൈസസും ഒരു കോമൺ ചാനൽ വഴി എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ചാനലിലേക്ക് വരുന്ന ഡാറ്റേനെ അയാൾ അത് എന്ത് ചെയ്യും, എല്ലാ ഡിവൈസസിലേക്കും ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യും. അപ്പോൾ ആ ഡാറ്റ പാക്കറ്റിൽ അഡ്രസ്സ് ഉണ്ടായിരിക്കും. അതായത് ഏത് റിസീവറിലേക്കാണോ അല്ലെങ്കിൽ ഫ്രം ഏത് സെൻറ്ററിൽ നിന്നാണോ ആ ഡീറ്റെയിൽസ് ഫുൾ എവിടെ ഉണ്ടായിരിക്കും, അഡ്രസ്സിലുണ്ടായിരിക്കും. അപ്പോൾ ഓരോ റിസീവേഴ്സും ഡാറ്റ റിസീവ് ചെയ്യുമ്പോൾ അഡ്രസ്സ് വെരിഫൈ ചെയ്യണം. അപ്പോൾ കറക്റ്റ് റിസീവറിൻ്റെ അഡ്രസ്സ് തന്നെയാണെങ്കിൽ അവർ തന്നെ എന്ത് ചെയ്യണം, ആ പാക്കറ്റ് റിസീവ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഡിഫറെൻറ്റ് അഡ്രസ്സ് വരുന്നവർ എന്ത് ചെയ്യണം, അത് ഡിസ്കാർഡ് ചെയ്ത് കളയും. അതാണ് ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക്. നെക്സ്റ്റ് പോയിൻറ്റ് ടു പോയിൻറ്റ് നെറ്റ്വർക്കാണ്. അതിൽ ഒന്നിൽ കൂടുതൽ വയേഴ്സ് യൂസ് ചെയ്തിട്ട് ഓരോ ഡിവൈസസ് എന്തായിരിക്കും, ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ഉണ്ടായിരിക്കും. അപ്പോൾ പോയിൻറ്റ് ടു പോയിൻറ്റ്, സെൻറ്റർ ടു റിസീവർ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നടക്കുന്നത്. അടുത്തതാണ് കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് കണക്ഷൻലെസ്. അത് ജസ്റ്റ് കമ്പാരിസൺ ആണ് കേട്ടോ. അപ്പോൾ ആ കണക്ഷൻ ഓറിയൻറ്റഡ് എന്താണെന്നും അല്ലെങ്കിൽ കണക്ഷൻലെസ് എന്താണെന്നൊക്കെ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആ സെയിം സാധനം നമ്മളോട് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ കണക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒതൻറ്റിക്കേഷൻ ആവശ്യമാണ്, മോർ റിലയബിൾ ആണ്, അതുപോലെ തന്നെ സെയിം റൂട്ടായിരിക്കും ഓരോ പാക്കറ്റും ഫോളോ അപ്പ് ചെയ്യുന്നതൊക്കെ. ഇൻ കേസ് ഓഫ് കണക്ഷൻലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒതൻറ്റിഫിക്കേഷൻ്റെ ആവശ്യമില്ല, റിലയബിൾ ആയിരിക്കില്ല, അതുപോലെ സെയിം റൂട്ടായിരിക്കില്ല പാത്ത് ഫോളോ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് ജസ്റ്റ് വായിച്ച് നോക്കണം കേട്ടോ. അതുപോലെ നെക്സ്റ്റ് 2 ടേബിൾസും കമ്പാരിസൺ ടേബിൾസ് ആണ്. ഫസ്റ്റ് ടേബിളിൽ ലാൻ മാൻ വാൻ, സെക്കൻഡിൽ OSI ആൻഡ് TCP ലെയേഴ്സ്. ഈ എല്ലാ ടോപ്പിക്സും നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചാണ്, ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ സെയിം പോയിൻറ്റ്സ് തന്നെ നമ്മൾ കമ്പാരിസൺ ടേബിളായിട്ട് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം.